ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. NDA 2 2024 ഫൈനൽ റിസൾട്ട് വന്നിരിക്കുകയാണ്. എക്സാം പാസ്സായ എല്ലാ കുട്ടികൾക്കും ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് NDA 2 2024 എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എത്രയായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ്. ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. NDA 1 2025 എക്സാം ഏപ്രിൽ 25 സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അതായത് 2025 ഏപ്രിലായിരിക്കും സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്, മുൻ വർഷങ്ങളിൽ NDAയുടെ കട്ട് ഓഫ് എത്രയായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ SSBയുടെ കട്ട് ഓഫിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫൈനൽ കട്ട് ഓഫ് എത്രയായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളും NDAക്ക് തയ്യാറെടുക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക, പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും കേരളത്തിൽ നിന്ന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നുണ്ട് വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. അപ്പോൾ നമുക്ക് NDA 2 2024 കട്ട് ഓഫ് എത്രയായിരുന്നു നോക്കാം. ഈ വീഡിയോയിൽ പറയുന്ന ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ്. ഈ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് നമ്മൾ പറയുന്നതും കുട്ടികൾ പാസ്സായവരുണ്ടല്ലോ അവരുടെ ആ ഒരു മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്തിരിക്കുന്നത് തന്നെ. അതനുസരിച്ചിട്ടാണ് ഈ NDA 2 2024 കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്നത്. 320 ആണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എന്തായാലും 4 യാ 5 മാർക്സ് പ്ലസ് യാ മൈനസ് ആവാനുള്ള സാധ്യതയേ ഉള്ളൂ. ബാക്കി ഈ പറയുന്ന കട്ട് ഓഫിലും വളരെ ക്ലിയർ ആയിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതായത് NDA 1 2021 343 355 360 316 319 ആൻഡ് 315 325 ഇതാണ് മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. കേട്ടോ കുട്ടികളെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ്, ഒരു ക്ലിയർ ഐഡിയ വേണം. എക്സാമിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ടാർഗറ്റ് എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു ക്ലിയർ ഐഡിയ വേണം. ഇത് ഞാൻ പറയുന്നത് എന്താണ്, ഇത് ഞാൻ പറയുന്ന ആ ഒരു കട്ട് ഓഫ് മാർക്കിൻ്റെ എൻഡാണ് പറയുന്നത്. എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നിന്നാണ് നിങ്ങളുടെ കട്ട് ഓഫ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാർക്ക് തന്നെ സ്കോർ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടും കൂടുതലായിരിക്കണം. മനസ്സിലായി? ഈ ഒരു കട്ട് ഓഫ് എത്രയാണോ വരുന്നത് അതിനെക്കാട്ടും കൂടുതലായിരിക്കണം ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടേത്. അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യണം. കാരണം എന്താണ്, NDAയുടെ സെലക്ഷൻ പ്രോസസ്സിനകത്തുള്ള റിട്ടൺ എക്സാമിന് ടോട്ടൽ 900 മാർക്സിൻ്റെയാണ് വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ 320 മാർക്ക് സ്കോർ ചെയ്യാനാണോ നോക്കുന്നത്, അതോ എബോവ് 500+ മാർക്ക് സ്കോർ ചെയ്യാനാണോ നോക്കേണ്ടത്? ഡെഫിനറ്റ്ലി നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 500+ ആയിരിക്കണം, അല്ലെങ്കിൽ 450+ ആയിരിക്കണം. മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ എത്താനുള്ള ആ ഒരു വേ എന്ന് പറയുന്നത്, അതായത് ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. ക്ലിയർ കുട്ടികളെ? അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അതായത് എന്താണ്, നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ വേണം. എന്തായാലും കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ മാർക്ക് സ്കോർ ചെയ്യേണ്ടുന്നത് എന്തായാലും ഇതിനെ കാട്ടിയുമായിരിക്കണം. അതിനനുസരിച്ച് എനിക്ക് പ്രിപ്പറേഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് കട്ട് ഓഫിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ ഐഡിയ കിട്ടിയല്ലോ. ഇനി നിങ്ങൾക്ക് ഇവിടെ ഫൈനൽ കട്ട് ഓഫ് മാർക്സും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ കുട്ടികളെ, ഇതെങ്ങനെയാണ് ഈ ഫൈനൽ കട്ട് ഓഫ് മാർക്ക് വരുന്നത് എന്നുകൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം സെലക്ഷൻ പ്രോസസ്സ്. SSBയുടെ സെലക്ഷൻ പ്രോസസ്സിൽ 2 ഫേസ് ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ റിട്ടൺ എക്സാം ആണ്, ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ SSB ആണ്. SSB ഇൻ്റർവ്യൂ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ ഫസ്റ്റ് ഫേസിൽ എത്രയാണോ മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നത് ഇവിടത്താണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് 320 എടുക്കാം. ഇവിടെ 320 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്നു വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ ആദ്യത്തെ കട്ട് ഓഫ്, അതായത് ആദ്യത്തെ ആ ഒരു ഫേസ് നിങ്ങൾ ക്രോസ് ചെയ്ത് നെക്സ്റ്റ് നിങ്ങളുടെ ഫേസ് എന്ന് പറഞ്ഞാൽ SSB ആണ്. നിങ്ങൾ SSB ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്ക് ഇപ്പോൾ 450 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ മാർക്ക് എത്ര ആയിരിക്കും? ഫൈനൽ മാർക്ക് വരുന്നത് എങ്ങനെയായാലും 770 ആയിരിക്കും. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ്, ഇവിടെ നിങ്ങളുടെ എന്താണ്, എന്തായാലും ഈ ഒരു ഫൈനൽ കട്ട് ഓഫ് റേഞ്ചിനടുത്ത് നിങ്ങൾ എത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തായാലും NDAയുടെ ആ ഒരു റാങ്കിങ് ലിസ്റ്റിൽ നിങ്ങൾ വരുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഈ ഒരു SSBക്ക് ഒരു 450 സ്കോർ എന്ന് പറയുന്നത് വളരെ ഈസി അല്ല. അതിന് നല്ല പ്രിപ്പറേഷൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ട്. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വൈസ് ആണ്, നിങ്ങൾ ഇപ്പോൾ റിട്ടൺ എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു SSB കോച്ചിങ് സെൻറ്ററിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇൻഡിവിജ്വൽ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്ട്രെങ്തും ലെവലും അനുസരിച്ച് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഈവൻ കോച്ചിങ്ങിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ NDA 1 2025 തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒന്ന് ഇംപ്രൂവ് ചെയ്യുക, നിങ്ങളുടെ തോട്ട് ഒന്ന് ഇംപ്രൂവ് ചെയ്യുക, ബാക്കി ഓഫീസറിലെ ക്വാളിറ്റി എല്ലാം നിങ്ങളൊന്ന് ഇംപ്രൂവ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് SSB ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ ആയാലോ കുട്ടികളെ? അപ്പോൾ ഫൈനൽ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇതേ രീതിയിലാണ് ഫൈനൽ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പ്രിപ്പറേഷൻ ചെയ്യുക. SSBക്ക് വേണ്ടിയിട്ട് അടുത്ത NDAക്ക് തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ NDAയുടെ ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, SSB കൂടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. പരമാവധി ഷെയർ ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. NDA CDS അഫ്കാഡ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സെപ്പറേറ്റ് വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.